ശ്രദ്ധിക്കുക, ഞാൻ ഈ ടൂൾ നിങ്ങൾ പഠിപ്പിക്കുന്നുണ്ട് കേട്ടോ. നിങ്ങൾ ഗൂഗിൾ പെയ്ഡ് ആഡ് പഠിക്കുമ്പോൾ നിങ്ങൾ പഠിക്കും. ഞാനത് കാണിച്ചത് ഇപ്പൊ ഞാൻ ആ കാണിച്ച ടൂളിന്റെ പ്രത്യേകത കാണിച്ചത്. ഈ ടൂളിന്റെ ആക്സസ് നിങ്ങൾക്ക് തരും. ഇവിടെ SEO ട്രെയിനിങ് കൊടുത്തു, നമുക്ക് റിസൾട്ട് കൊടുക്കാം. താഴെ കാണിച്ചിട്ടുണ്ട് കണ്ടോ? SEO ട്രെയിനിങ്ങുമായി ബന്ധപ്പെട്ട കീവേഡുകൾ കാണിക്കും. അതിന്റെ ആവറേജ് മന്ത്ലി സെർച്ചസ് ആണ്. ഓരോ കീവേഡും ഒരു മാസത്തിൽ ഇത്ര പ്രാവശ്യം സെർച്ച് ചെയ്യും. നമ്മൾ ഇവിടെ അത് ഇവിടെ നമ്മൾ ഇന്ത്യയാണ് സെലക്ട് ചെയ്തേക്കണം. അപ്പൊ ഇന്ത്യയിൽ എത്ര പ്രാവശ്യം സെർച്ച് ചെയ്യുന്ന കാണിക്കണം. ഇന്ത്യയിൽ എത്ര പ്രാവശ്യം സെർച്ച് ചെയ്തെന്ന കാണിക്കാം. ക്ലിയറായോ? അപ്പൊ നിങ്ങൾക്ക് ഇപ്പൊ കേരളത്തിലാണ് കീവേഡ് എത്ര പ്രാവശ്യം സെർച്ച് ചെയ്യുന്നത് അത് കണ്ടുപിടിക്കാൻ പറ്റും. അപ്പൊ കേരള സെലക്ട് ലൊക്കേഷൻ കൊടുത്താൽ മതി. നിങ്ങൾ ഈ ടൂൾ ഉപയോഗിച്ചിട്ട് വേണം കീവേഡ് ഫൈനലൈസ് ചെയ്യാൻ. നിങ്ങൾ ഒരു കീവേഡ് സെലക്ട് ചെയ്യുമ്പോൾ ആരും സെർച്ച് ചെയ്യാത്ത കീവേഡാണ് നിങ്ങൾ ഉപയോഗിക്കണമെന്ന് വിചാരിക്കുക. ഞാൻ പറയണത് ശ്രദ്ധിക്കുക. ആരും സെർച്ച് ചെയ്യാത്ത കീവേഡാണ് നിങ്ങൾ ഉപയോഗിക്കണേ. ആ കീവേഡ് നിങ്ങളുടെ വെബ്സൈറ്റ് ഫസ്റ്റ് വന്നാൽ എന്തെങ്കിലും ഗുണം ഉണ്ടാവോ? അതായത് ആ കീവേഡ് ടോപ്പിൽ വന്നിട്ട് ഗുണമില്ല, ആരും സെർച്ച് ചെയ്യണില്ല. അങ്ങനത്തെ കീവേഡ് ടോപ്പിൽ വന്നുകൊണ്ട് നമുക്ക് വിസിറ്ററെ കിട്ടില്ല. നിങ്ങൾ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ചെയ്യണത്, SEO ചെയ്യണതും ക്വാളിറ്റി ലീഡ് കിട്ടാനാണ്, എൻക്വയറി കിട്ടാനാണ്, ബിസിനസ് കിട്ടാനാണ്. ചില SEOക്കാർ വന്നിട്ട് നമ്മുടെ അടുത്തേക്ക് വന്ന്, നമ്മളിപ്പോ വെബ്സൈറ്റ് ഒക്കെ ഉള്ളവരായിരിക്കും, നമ്മുടെ അടുത്തേക്ക് വന്നിട്ട് പറയേ, നിങ്ങളുടെ പ്രൊഡക്റ്റുമായി ബന്ധമുള്ള 50ഓളം കീവേഡ് ഞാൻ ഫസ്റ്റ് എത്തിച്ചേരാം. മനസ്സിലായോ? ഫസ്റ്റ് എത്തിച്ചേരാന്ന് പറഞ്ഞാൽ എന്താ? ഗൂഗിളിൽ ആ കീവേഡ് സെർച്ച് ചെയ്യുമ്പോൾ നമ്മുടെ സൈറ്റ് ഫസ്റ്റ് വരും, നമ്മുടെ പ്രൊഡക്റ്റുമായിട്ട് ബന്ധമുള്ളതായിരിക്കുകയും ചെയ്യും. അതായത് അവര് പറയുന്ന കീവേഡ് ഒന്നും ആരും ഉപയോഗിക്കാത്ത കീവേഡാ. പക്ഷെ നമ്മൾ നോക്കുമ്പോൾ നമ്മുടെ പ്രൊഡക്റ്റായിട്ട് ബന്ധം ഉണ്ടാവും. ഇപ്പൊ അവരുടെ ഒരു കീവേഡ് ആയിരിക്കും കേരളാസ് നമ്പർ 1 SEO ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന് ആരും സെർച്ച് ചെയ്യുന്നുണ്ടാവില്ല. പക്ഷെ നിങ്ങൾ നോക്കുമ്പോ നിങ്ങളുടെ പ്രൊഡക്റ്റായിട്ട് ബന്ധമുണ്ട് താനും. കീവേഡ് എല്ലാം നിങ്ങൾ കണ്ടുപിടിച്ചു. 2 തരം കീവേഡ് ഉണ്ട്. ഒന്ന് സ്പെസിഫിക് കീവേഡ്, 2 ജനറിക് കീവേഡ്. ചില ഡിജിറ്റൽ മാർക്കറ്റിംഗ് ആരും വന്നിട്ട് പറയും നിങ്ങളുടെ 5 കീവേഡ് ഞങ്ങൾ ടോപ്പിലാക്കി തരാം, 10 കീവേഡ് ടോപ്പിലാക്കി തരാം. ആ സ്ട്രാറ്റജി തെറ്റാണ്. നിങ്ങളുടെ പ്രൊഡക്റ്റുമായി ബന്ധപ്പെട്ടിട്ട് 200 കീവേഡ് ഉണ്ടെങ്കിൽ 200 കീവേഡ് നിങ്ങൾ ഒപ്റ്റിമൈസ് ചെയ്യണം. എന്തിനാണ് നിങ്ങൾ 5 കൊണ്ട് നിർത്തണേ? എന്തിനാണ് 6 കൊണ്ട് നിർത്തണേ? നിങ്ങളുടെ പ്രൊഡക്റ്റുമായി 28 കീവേഡ് ഉണ്ടാൻ വേണ്ടി, അപ്പൊ 28 കീവേഡ് ടോപ്പിൽ വരുത്താൻ വേണ്ടി ചെയ്യണം. എന്റെ ഇൻസ്റ്റിറ്റ്യൂട്ട് ബേസിക്കലി ശരിക്കും കൊച്ചിയിൽ, കേരളത്തിലാണ്. നിങ്ങൾ ദുബായിൽ ഇരുന്നിട്ട് ഒരു കീവേഡ് സെർച്ച് ചെയ്യാണ്, ഡിജിറ്റൽ മാർക്കറ്റിംഗ് ട്രെയിനിങ്, വെറും ഡിജിറ്റൽ മാർക്കറ്റിംഗ് ട്രെയിനിങ് ദുബായിൽ വെച്ച് സെർച്ച് ചെയ്യണം. അതിന്റെ അർത്ഥം നിങ്ങൾ ദുബായിലുള്ള ഏത് ഇൻസ്റ്റിറ്റ്യൂട്ടിനായിരിക്കും സെർച്ച് ചെയ്യുക. കേരളത്തിലുള്ളവരും ഡിജിറ്റൽ മാർക്കറ്റിംഗ് ട്രെയിനിങ് എന്ന് ഉപയോഗിക്കുന്നത് ഏതായിരിക്കും? കേരളത്തിലുള്ളതായിരിക്കും. അതായത് അത് ജനറൽ ടേം ആണ്. നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ട് കേരളത്തിലാണ്, കൊച്ചിയിലാണെങ്കിൽ ചിലവർ ഇങ്ങനെയായിരിക്കും സെർച്ച് ചെയ്യുക, ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഇൻ കൊച്ചിൻ, ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഇൻ കേരള. അതിന്റെ അർത്ഥം അവൻ കേരളത്തിൽ പഠിക്കാൻ താല്പര്യമുള്ളതാണ്. നമ്മുടെ വെബ്സൈറ്റിലേക്ക് ക്വാളിറ്റി വിസിറ്ററെയാണ് കൊണ്ടുവരേണ്ടത്, ക്വാണ്ടിറ്റി അല്ല. നമ്മൾ ടോപ്പിൽ കൊണ്ടുവരാം എന്നാണ് പഠിക്കാൻ പോകുന്നത്. നിങ്ങൾ ഒരു കീവേഡ് ഗൂഗിളിൽ സെർച്ച് ചെയ്തു, നിങ്ങൾ സെർച്ച് ചെയ്യാണ് പ്രൈവറ്റ് SEO ട്രെയിനിങ് എന്ന് പറഞ്ഞൊരു കീവേഡ് സെർച്ച് ചെയ്തു. എങ്ങനെയാണ് ഗൂഗിൾ സൈറ്റുകളെ കണ്ടെത്തണേ എന്നാണ് നമ്മൾ പഠിക്കാൻ പോണേ. ഗൂഗിളിൽ ഇത് മാനുവലി അല്ല ചെയ്യണേ, ഓട്ടോമാറ്റിക്, അതായത് റോബോട്ട് വെച്ചിട്ടാണ് ചെയ്യണേ. നിങ്ങൾ ഗൂഗിളിൽ പോയി സെർച്ച് ചെയ്യുമ്പോൾ ഗൂഗിൾ ഇങ്ങനെ പോയി ഒരു റോബോട്ട് വെച്ച് ഇങ്ങനെ എല്ലാ സൈറ്റുകളിലും പോയി ചെക്ക് ചെയ്യും. ചെക്ക് ചെയ്തിട്ട് ഈ കീവേഡുമായി ബന്ധപ്പെട്ട ഏറ്റവും റെലവന്റ് സൈറ്റ് ആയിരിക്കും നിങ്ങൾക്ക് തരാം. ഗൂഗിൾ കൺസിഡേഴ്സ് മോർ ദാൻ 200 ഫാക്ടേഴ്സ്. ഇതിനെയാണ് പറയുന്നത് ഗൂഗിൾ അൽഗോരിതം. ഈ അൽഗോരിതം നമ്മൾ മനസ്സിലാക്കുകയും നമ്മുടെ വെബ്സൈറ്റിൽ ഈ അൽഗോരിതം ഫോളോ ചെയ്യുകയും ചെയ്യുമ്പോൾ നമ്മുടെ സൈറ്റ് ടോപ്പിൽ വരും. നിങ്ങൾ ഗൂഗിളിൽ സെർച്ച് ചെയ്തു,
ഫസ്റ്റ് SEOയിലുള്ള ഫസ്റ്റ് സൈറ്റ് ക്ലിക്ക് ചെയ്തു. ആ സൈറ്റ് ഓപ്പൺ ആയിട്ട് സൈറ്റ് ലോഡ് ആവണില്ല. നിങ്ങൾ അവിടെ എക്സിറ്റ് ചെയ്യോ. അപ്പൊ ഗൂഗിൾ പറഞ്ഞിട്ടുണ്ട് നിങ്ങളുടെ സൈറ്റിന്റെ സ്പീഡ് കൂടുതലായിരിക്കണം. അതൊരു അൽഗോരിത, അതൊരു ഫാക്ടറാണ്. ഇപ്പൊ നിവിൻ നേരത്തെ ചോദിച്ചതിനുള്ള ആൻസർ ആണ്. നിവിന് ഒരു സൈറ്റ് ഉണ്ട്, ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ട്, ട്രെയിനിങ്. എനിക്ക് ഒരു ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ട്. നമ്മൾ രണ്ടുപേരും സെയിം കീവേഡ് ഉപയോഗിച്ചു. നിങ്ങളുടെ സൈറ്റ് ലോഡ് ആവണില്ല, എന്റെ സൈറ്റ് ഫാസ്റ്റ് ലോഡ് ആവും. അപ്പൊ എന്റെ സൈറ്റ് ആദ്യം വരും. ക്ലിയർ ആയോ? ക്ലിയർ ആയി. വെരി ഗുഡ്. നിങ്ങൾ ചോദിക്കുക. അപ്പൊ നിങ്ങളുടെ ചോദ്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് കണക്ട് ചെയ്ത് ആൻസർ പറയുമ്പോൾ ക്രിസ്റ്റൽ ക്ലിയർ ആവും. നിങ്ങൾ ഗൂഗിളിൽ സെർച്ച് ചെയ്യാണ് ഒരു ടേം, സപ്പോസ് പ്രൈവറ്റ് SEO ട്രെയിനിങ് സെർച്ച് ചെയ്യാണ്. ഗൂഗിൾ എന്താ നോക്കണേ? ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഏറ്റവും റെലവന്റ് സൈറ്റ് ഏതാന്ന് കണ്ടുപിടിച്ചിട്ട് നമുക്ക് തരാണ്. ഇതണ്ട, ഇവിടെ നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കണം, ഒരു ടൈറ്റിൽ എന്ന് പറഞ്ഞാൽ 50-55 ക്യാരക്ടറിലൂടെ എഴുതാൻ പാടില്ല. കാരണം കുറെ കീവേഡ് നിങ്ങൾ ലിസ്റ്റ് ചെയ്തു, ശരിയല്ലേ? ഈ ലിസ്റ്റ് ചെയ്തിരിക്കുന്ന കീവേഡ് നമ്മുടെ വെബ്സൈറ്റിന്റെ ടൈറ്റിൽ ഉണ്ടാവണം. ആ കീവേഡ് ഡിസ്ക്രിപ്ഷനിൽ ഉണ്ടാവണം. ഒരു പേജിന്റെ ടൈറ്റിലും ഡിസ്ക്രിപ്ഷനിൽ ഉണ്ടെന്ന് പറയുമ്പോൾ അർത്ഥം എന്നിട്ട് ഗൂഗിൾ വിചാരിക്കുകയാണ് ഈ പേജും ഈ കീവേഡും തമ്മിൽ എന്തോ റിലേഷൻ ഉണ്ട്. അടുത്തത്, നിങ്ങളുടെ വെബ്സൈറ്റിൽ ഏതാണ് കണ്ടന്റ് ഉണ്ടല്ലോ, ഈ കണ്ടന്റിൽ കീവേഡ് വേണം. ആ ബോഡിയുടെ അകത്തുള്ള കണ്ടന്റിൽ ആ കീവേഡ് 2-3 പ്രാവശ്യം റിപ്പീറ്റ് ചെയ്യാൻ നോക്കാം. അത് ഞാൻ എന്ത് പറയണേ? കീവേഡ് ഡെൻസിറ്റി. നല്ലൊരു ബെസ്റ്റ് പ്രാക്ടീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3 to 5% ഡെൻസിറ്റി. അതായത് ഒരു പേജിൽ 100 വേർഡ് ഉണ്ടെങ്കിൽ 4-5 പ്രാവശ്യം നിങ്ങൾക്ക് കീവേഡ് ഇടാൻ നോക്കാം. നിങ്ങൾ അതൊരു മീനിങ് ഫുൾ വേയിൽ വേണം ചെയ്യാൻ. അതിന് നിങ്ങൾക്ക് ഒരു റൈറ്ററിന്റെ സഹായം തേടാം. ഈ കീവേഡ് ഓരോ പേജിന്റെ ബോഡിയുടെ അകത്ത് ഓരോ പേജിനും ഓരോ ഹെഡിങ് കാണും. ഇതിന്റെ ഹെഡിങ് ആണ് ഇവിടെ മോഡ്സ് ഓഫ് ട്രെയിനിങ്. ഹെഡിങ് അല്ലേ? കണ്ടാ? ആ പേജിന്റെ ഹെഡിങ് കണ്ടാ? ആ ഹെഡിങ്ങിൽ, അതാണ് ഞാൻ നിങ്ങളെ H1 ടാഗ് പഠിപ്പിച്ചത്. നിങ്ങളുടെ H1 ടാഗിന്റെ അകത്ത് കീവേഡ് ഇൻക്ലൂഡ് ചെയ്യാൻ നോക്കണം. ഇത് എന്താണ് ഗൂഗിൾ നോക്കണം? ഒരു ഓട്ടോമാറ്റിക് പ്രോസസ്സാണ്. നിങ്ങൾ സെർച്ച് ചെയ്യുന്ന കീവേഡ് ഒരു പേജിന്റെ ടൈറ്റിലുണ്ട്, ഡിസ്ക്രിപ്ഷനിലുണ്ട്, അതിന്റെ ഹെഡിങ്ങിലുണ്ട്, കണ്ടന്റിലുണ്ട്. അപ്പൊ ഗൂഗിള് മനസ്സിലാക്കാണ് ഈ കീവേഡുമായി ബന്ധപ്പെട്ടുള്ള ഏറ്റവും റെലവന്റ് പേജ് ഇതാണെന്ന് മനസ്സിലാക്കാണ്. നിങ്ങളുടെ പേജിന്റെ URL കീവേഡ് ഉണ്ടാവണം. ഇപ്പൊ എന്റെ സൈറ്റ് ഇതാ, ഞാൻ ഒരു പേജ് ഉണ്ടാക്കിയിട്ടുണ്ട് ഇവിടെ. നമ്പർ 1 SEO ഇൻസ്റ്റിറ്റ്യൂട്ട് വായിക്കുന്നു. ഇതിന്റെ URL കണ്ട? ഇതാണ് URL. കണ്ട? digital-marketing-course കൊച്ചി. ആ കീവേഡ് ഇവിടെ ഉണ്ട്. ഇവിടെ എഴുതിയിട്ടുണ്ട് ആ കീവേഡ്. കണ്ട? കണ്ടന്റ് കണ്ട? ഡിജിറ്റൽ മാർക്കറ്റിംഗ് കോഴ്സ് കൊച്ചി. ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ട് കൊച്ചി. ഇവിടെ ഉണ്ട് കീവേഡ്. ഇങ്ങനെ ഒരു റെസ്ട്രിക്ഷൻ കാണുമല്ലോ. കീവേഡ് എന്ന് പറഞ്ഞിട്ടാ നമ്മൾ ആ ടൂള് വെച്ച് കണ്ടുപിടിച്ച് നമ്മുടെ പ്രൊഡക്റ്റ് ആയിട്ട് സെർച്ച് ചെയ്യണ മൊത്തം വേർഡ്, അതാണ് കീവേഡ്. നിങ്ങൾ ഇങ്ങനെയാണ് ഇമേജ് എഴുതി അല്ലെ? ഇമേജ് സോഴ്സ് ഈക്വൽ srk.jpeg. ഇവിടെ വേറൊരു സാധനം കൂടി നിങ്ങൾക്ക് ആഡ് ചെയ്യാം. ഓൾട്ടർനേറ്റീവ് എന്നർത്ഥം. ആഡ് ചെയ്യാം. ചില വെബ്സൈറ്റ് എടുത്തു നോക്കുമ്പോൾ ഇമേജ് ലോഡായി ഉണ്ടാവില്ല. ഇമേജിന്റെ സ്ഥാനത്ത് എന്തെങ്കിലും ഒരു ടെക്സ്റ്റ് എഴുതിയിട്ടുണ്ടോ? അപ്പൊ നിങ്ങളുടെ വെബ്സൈറ്റിൽ പലതരത്തിലുള്ള ഇമേജസ് നിങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ടാവും. ആ ഇമേജിന്റെ ടാഗ്, ആ ഇമേജിന്റെ കോഡിന്റെ അകത്ത് ഇതുപോലെ ഓൾട്ടർനേറ്റീവ് എന്നുള്ള വേർഡ് നിങ്ങൾക്ക് ആ കീവേഡ് ഇൻക്ലൂഡ് ചെയ്യിക്കാം. ഇമേജ് ആയിട്ട് അതിന് ശരിക്കും ആ ഇമേജുമേ ഇപ്പൊ നിങ്ങളൊരു SEO പ്രൊഫഷണലിന്റെ ഇമേജ് ആണ് ഇട്ടേക്കണെന്ന് വിചാരിക്കുക. ഓക്കെ, അപ്പൊ നിങ്ങൾ അവിടെ വെറുതെ ചിലവരെന്നിട്ട് എഴുതുന്ന വെച്ചാൽ ഒന്നും എഴുതൂല അവിടെ.
ലീവ് ചെയ്ത് തരും. അപ്പൊ നിങ്ങൾ അവിടെ എഴുതണം നിങ്ങളുടെ പ്രൊജക്റ്റുമായി ബന്ധപ്പെട്ട SEO പ്രൊഫഷണൽ അങ്ങനത്തെ ടൈമൊക്കെ അവിടെ ഉപയോഗിക്കുക. ടൈറ്റിൽ മാറ്റി, ഡിസ്ക്രിപ്ഷൻ മാറ്റി, കണ്ടന്റ് മാറ്റി. ഇത് എവിടെ നമ്മൾ മാറ്റിയ? വെബ്സൈറ്റിൽ. സൈറ്റുമേ വേണ്ട മോഡിഫിക്കേഷൻസ് വരുത്തുന്നു. ഇതിനെയാണ് പറയണേ ഓൺ പേജ് ഒപ്റ്റിമൈസേഷൻ. ഇനി വേറൊരു ഒപ്റ്റിമൈസേഷൻ ഉണ്ട്, ഓഫ് പേജ്. ഞാൻ നേരത്തെ പറഞ്ഞു ഒരു പേജ് ഒരു ടൈറ്റിൽ എന്ന് പറഞ്ഞാൽ നമുക്കൊരു 40-55 ക്യാരക്ടർ എഴുതാൻ പറ്റും. ഓക്കെ, അപ്പൊ അതിൽ ചിലപ്പോൾ 2-3 കീവേഡൊക്കെ നമുക്ക് ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റും. വെറുതെ കുറെ കീവേഡ് കൊണ്ട് സ്റ്റഫ് ചെയ്യരുത്. ഒരു മീനിങ്, ഒരു ഹെഡ്ലൈൻ ടൈറ്റിലാണ്, അപ്പൊ ഒരു ടൈറ്റിലിന്റെ രീതിയിലായിരിക്കണം. പക്ഷെ അതിന്റെ ഉള്ളിൽ കീവേഡ് നിങ്ങൾ സ്റ്റാറ്റിക്കലി അതിൽ ഇൻക്ലൂഡ് ചെയ്യാൻ നോക്കണം. 10 പേജ് ഉണ്ടെങ്കിൽ, പേജ് എന്ന് പറഞ്ഞാലോ എബൌട്ട് അസ് എന്ന് പറഞ്ഞൊരു പേജ്, കോണ്ടാക്ട് അസ് എന്ന് പറഞ്ഞൊരു പേജ്, ഓരോ കോഴ്സിനും ഒരു പേജ്. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളുടെ വെബ്സൈറ്റ് അനാലിസിസ് നടത്താൻ പറഞ്ഞത്. 10 പേജ് ഉണ്ടെങ്കിൽ ഓരോ പേജിനും ടൈറ്റിൽ ഉണ്ടാവും, ശരിയല്ലേ? എല്ലാ പേജിന്റെയും ടൈറ്റിലും ഡിസ്ക്രിപ്ഷനും യുണിക് ആയിരിക്കണം. സാർ അപ്പൊ ഓരോ പ്രൊഡക്റ്റിനും ഓരോ പേജ് എടുക്കണമെന്നാണ് സാർ പറഞ്ഞത്. ടാബ്ലറ്റ്സിന് ഒരു പേജ്. ഇനിയിപ്പോ ചിലപ്പോ നിങ്ങളുടെ വെബ്സൈറ്റ് ഡിസൈൻ ചെയ്തിരിക്കുന്നത് അങ്ങനെയാണെങ്കിൽ നിങ്ങൾ അത് മാറ്റണം. മാറ്റിയാൽ മാത്രമാണ് എന്ത് സംഭവിക്കുമോ? SEOയിൽ നിങ്ങൾക്ക് കൂടുതൽ ബിസിനസ് വരൂ. എനിക്കൊരു ക്ലയന്റ് ഉണ്ടായി, ഞാൻ നിങ്ങൾക്ക് ഇന്നലെ വീഡിയോ വെച്ചൊന്നുമില്ല. ഒരു ക്ലയന്റിന്റെ അവരൊരു മാസം സ്പെൻഡ് ചെയ്യണത് 45 ലക്ഷം രൂപ വരെ ആഡ് ചെയ്ത് സ്പെൻഡ് ചെയ്യും. ആഡിൽ SEOയിൽ അവർ സ്പെൻഡ് ചെയ്തത് 0 ആണ്. എത്ര പ്രാവശ്യമാണ്, എത്ര ഫ്രീക്വൻസിയിലാണ് ഞങ്ങൾ ഇത് അപ്ഡേറ്റ് ചെയ്യേണ്ടത്? ലൈക്ക് ഇത് ഫ്രീക്വൻസി അല്ലെന്ന് നിങ്ങൾ ഗൂഗിൾ എന്തുട്ട് നോക്കണേ, ആ കീവേഡിന് സൂട്ടബിൾ ആയിട്ടുള്ള പേജ് ആണോ നോക്കുക. ഇനി വേറൊരു അൽഗോരിതം ഫാക്ടർ പറയാം. ഇത് ഗൂഗിൾ എന്ത് നോക്കണേ, ഒരു ക്വാളിറ്റി സൈറ്റ് പബ്ലിക്കിന് കൊടുക്കണം, ശരിയാണോ? ഇതെല്ലാം ഗൂഗിൾ നോക്കണേ. ഒരു പബ്ലിക് വന്നിട്ട് ഫസ്റ്റ് സൈറ്റ് ഓപ്പൺ ചെയ്ത് പബ്ലിക് ഹാപ്പി ആണോ, ഗൂഗിൾ ഹാപ്പി ആയി. അപ്പൊ നിങ്ങൾ വെബ്സൈറ്റ് ഉണ്ടാക്കുമ്പോൾ ആരെയാണ് ഹാപ്പി ആക്കാൻ നോക്കണ്ടേ? webmasters.googleblog.com സൈറ്റിന്റെ ബാക്ക്ഗ്രൗണ്ട് കളർ വൈറ്റാ, ഫോണ്ട് കളർ വൈറ്റ് ആക്കിയിട്ട് നിറച്ച് കീവേഡ് എഴുതിയിടും. റോബോട്ട് കാണും. അത് റോങ് പ്രാക്ടീസ് ആണ്. അതിനെ പറയണതാണ് ബ്ലാക്ക് ഹാറ്റ് SEO. ഞാനിവിടെ ഗൂഗിളിൽ സെർച്ച് ചെയ്യാണ്. ഒരു മിനിറ്റ്, ഇവിടെ എഴുതിക്കണോ ഒഫീഷ്യൽ ന്യൂസ് ഓൺ ക്രോളിംഗ് ആൻഡ് ഇൻഡെക്സിംഗ് സൈറ്റ്സ് ഫോർ ദ ഗൂഗിൾ ഇൻഡെക്സ്. ഇതിൽ കാണിക്കല്ല കേട്ടാ. ഇപ്പൊ ഞാനിവിടെ സെർച്ച് ചെയ്യാണ് പ്രൈവറ്റ് SEO ട്രെയിനിങ്. പ്രൈവറ്റ് SEO ട്രെയിനിങ് കേരള ഞാൻ അടിച്ചു. ഈ ഫസ്റ്റ് റാങ്ക് ഉണ്ടോ? ഇത് ഹോം പേജ് അല്ല, ആണോ? ഇതുമ്മ ക്ലിക്ക് ചെയ്യുമ്പോ ആ പേജിലേക്കാ പോവാ. ആ പേജാണ് അതിന്റെ റെലവൻസ്. ഈ കമാൻഡ് പഠിക്കാം. site:internetleadstraining.com ഗൂഗിളില് ഇൻഡെക്സ് ചെയ്തിട്ടുണ്ടോ ഇല്ലെന്ന് നോക്കണം. ഇൻഡെക്സ് ചെയ്യാന്ന് പറഞ്ഞാൽ ഇന്ന് നിങ്ങൾ ഒരു പുതിയ സൈറ്റ് ലൈവ് ആക്കി. ലൈവ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് നിങ്ങൾ ഒരു ലൈവ് ആക്കി. ഇത് ഇന്ന് ഗൂഗിളിൽ സെർച്ച് ചെയ്യുമ്പോൾ ആ സൈറ്റ് ഗൂഗിൾ ഇൻഡെക്സ് ചെയ്തിട്ടുണ്ടോ ഇല്ലെന്ന് അറിയണമെങ്കിൽ ആ സൈറ്റ് കോളൻ അത് അടിച്ചാൽ മതി. ആ വെബ്സൈറ്റിന്റെ URL അടിച്ചു കഴിഞ്ഞാൽ അതുമായി ബന്ധപ്പെട്ട ലിങ്കുകൾ താഴെ കാണിക്കും. ഇനി നിങ്ങൾ ആ സൈറ്റ് കോളൻ internetleadstraining1.com എന്ന് അടിച്ച് അതിന്റെ അർത്ഥം അങ്ങനത്തെ ഒരു പേജ് ഇല്ല. അപ്പൊ നിങ്ങൾ ഇന്നാണ് ഒരു വെബ്സൈറ്റ് ലോഞ്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ ഗൂഗിളിൽ ആ സൈറ്റ് അടിക്കും, ഇങ്ങനെ അടിക്കുന്ന റിസൾട്ട്. ഗൂഗിൾ ഇൻഡെക്സ് ആദ്യം തന്നെ നിങ്ങൾ ഒരു സൈറ്റ് ലൈവ് ആക്കി. അപ്പൊ അത് സാധാരണ ഒരു 1 വീക്കിനുള്ളിൽ ഗൂഗിളിന്റെ റോബോട്ട് അത് കണ്ടുപിടിക്കും. ഗൂഗിൾ ഇൻഡെക്സ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം മാത്രമേ ഗൂഗിളിൽ സെർച്ച് ചെയ്യുമ്പോൾ സൈറ്റ് വരൂ. ഈ എക്സൽ ഷീറ്റിന്റെ അടിയിൽ ഷീറ്റ് 1 എഴുതിയിട്ടുണ്ടല്ലോ, ആ ഷീറ്റ് 1 അവിടെ ഏതാ? ഇനീഷ്യൽ റാങ്കിങ് റിപ്പോർട്ട്.
ഷീറ്റ് 1 റീനെയിം ചെയ്യാം. ഇനീഷ്യൽ റാങ്കിങ് റിപ്പോർട്ട്. ഇവിടെ നിങ്ങൾ ആ ഇതുണ്ടല്ലോ നോട്ട് ഇൻ 20, അത് പെയ്ഡ് ആഡ് ആണ്, അത് വേണ്ട. അതൊക്കെ മാറ്റ്. അത് ഓർഗാനിക് മാത്രം ഇടാം. ഓർഗാനിക്കിന്റെ റാങ്കിങ് ആണ് ഇടേണ്ടത്. SEO വിത്ത് ഡോപ്റ്റിറ്റ് വേണ്ട. ഡോപ്റ്റിറ്റ് അല്ല നമ്മുടെ പ്രൊജക്ട് ഏതാ? internetleadstraining.com. ഇന്റർനെറ്റ് ലീഡ്സ് ട്രെയിനിങ്ങിന്റെ റാങ്ക് ആണ് അവിടെ ഉള്ളത്. നോ ഓർഗാനിക് റിസൾട്ട് ഓൺ ടോപ്പ് 20 വേണ്ട. നോട്ട് ഇൻ 20 ഇട്ടാ മതി. ക്ലിയർ. സേവ് ചെയ്യാം. ഇനി ഷീറ്റ് 2 എടുക്കാം. ഷീറ്റ് 2 എടുത്തിട്ട് ഷീറ്റ് 2ന്റെ അവിടെ എഴുതാം മെറ്റാ ടാഗ്സ്. അല്ല, ഷീറ്റ് 2ന്റെ പേര് റീനെയിം ചെയ്യാം മെറ്റാ ടാഗ്സ്. താഴെ ഉണ്ടല്ലോ ഷീറ്റ് 2 എന്ന് എഴുതിയിട്ടുണ്ടല്ലോ ടാബുനെ, അവിടെ മെറ്റാ ടാഗ് എന്ന് എഴുതാം. അവിടെ ഒന്നിന്റെ അവിടെ URL എന്ന് എഴുതും. URL. എന്നിട്ട് നമ്മുടെ സൈറ്റ് ഓപ്പൺ ചെയ്തേ. അവിടെ പോയി ഓപ്പൺ ചെയ്യും. ഇന്റർനെറ്റ് ലീഡ്സ് ട്രെയിനിങ്.com. അവിടെ ക്ലിക്ക് ചെയ്തോ. ആ URL കോപ്പി ചെയ്യും മോളിൽ നിന്ന്. ആ ബീഡ് അവിടെ എഴുതി. ബീഡ് അവിടെ URL പേസ്റ്റ് ചെയ്യും. വെരി ഗുഡ്, വെരി ഗുഡ്. ഈ URLന്റെ താഴെ ടൈറ്റിൽ എഴുതി. ടൈറ്റിലിന്റെ താഴെ ഡിസ്ക്രിപ്ഷൻ എഴുതുക. ഓക്കെ. വീണ്ടും നമ്മുടെ സൈറ്റ് ഓപ്പൺ ചെയ്ത് എബൌട്ട് എന്ന് പറഞ്ഞ പേജ് ക്ലിക്ക് ചെയ്യും. അത് കോപ്പി ചെയ്യും. ആ URL ഒരു റോ സ്കിപ്പ് ചെയ്ത് താഴേക്ക് വാ. അഞ്ചാമത്തെ കോളത്തിൽ കൊണ്ട് ക്ലിക്ക് ചെയ്യുക. അഞ്ചാമത്തെ 5 അതിന്റെ URL അവിടെ URL എഴുതും. വീണ്ടും അതിന്റെ URL അപ്പുറം കൊണ്ടുപോയി പേസ്റ്റ് ചെയ്യുക. അബൌട്ട് അവിടെ പേസ്റ്റ് ചെയ്യും. വെരി ഗുഡ്. ഇനി URL താഴെ എഴുതാം ടൈറ്റിൽ. വീണ്ടും അതിന് താഴെ ഡിസ്ക്രിപ്ഷൻ. വീണ്ടും നമ്മുടെ സൈറ്റ് എടുക്കുക. അതെ, അടുത്ത മോഡ്സ് ഓഫ് ട്രെയിനിങ്. മോഡ്സ് ഓഫ് ട്രെയിനിങ് ക്ലിക്ക് ചെയ്തോ. അത് കോപ്പി ചെയ്യാം. ടൈറ്റിൽ, ഡിസ്ക്രിപ്ഷൻ. ഓക്കെ, ശ്രദ്ധിക്കുക. ഇതുപോലെ ആദ്യം തന്നെ നിങ്ങൾ കീവേഡ് കണ്ടുപിടിച്ചു. ഈ കീവേഡ് നിങ്ങൾ എന്ത് ചെയ്യണം? ആദ്യം തന്നെ നിങ്ങളുടെ നമ്മുടെ അതുകൊണ്ടാണ് ഞാൻ നിങ്ങൾക്ക് ഫസ്റ്റ് സ്റ്റെപ്പ് പറഞ്ഞ വെബ്സൈറ്റ് അനാലിസിസ് എന്ന് പറഞ്ഞത്. വെബ്സൈറ്റ് അനാലിസിസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അപ്പൊ വെബ്സൈറ്റ് അനാലിസിസ് എന്താ ഉദ്ദേശിക്കണേ? എത്രയൊക്കെ പേജസ് ഉണ്ട്, ഇതൊക്കെ ഓരോന്ന് ക്ലിക്ക് ചെയ്ത് നോക്കാം. എത്രയൊക്കെ പ്രൊഡക്റ്റുകൾ ഉണ്ട്, എന്തൊക്കെ തരം കോഴ്സസ് ആണ് കൊടുക്കണേ. അപ്പോഴാണ് നിങ്ങൾക്ക് പ്രൊഡക്റ്റും കോഴ്സുകളെ കുറിച്ച് ഒരു ഐഡിയ കിട്ടും. ഞാൻ എന്താണ് ഓഫർ ചെയ്യുന്നതിനെ കുറിച്ച് ഐഡിയ കിട്ടും. അപ്പൊ അതിൽ ഓരോ ടേം എടുത്തിട്ട് വേണം ആ SEO ടൂളിൽ പോയി, കീവേഡ് ടൂളിൽ പോയി ഇട്ട് കൊടുക്കണ്ടേ. അപ്പൊ ആ ടൂള് പറയും ഓക്കെ ഇതിനുമായി ഇത് ഈ ഇട്ടിരിക്കുന്ന കോഴ്സുമായി ബന്ധപ്പെട്ട ഏറ്റവും കൂടുതൽ ആൾക്കാർ സെർച്ച് ചെയ്യുന്നത് ഇന്ന തരം കീവേഡുകളാണ്. ആ കീവേഡുകളാണ് നിങ്ങൾ സെലക്ട് ചെയ്യേണ്ടത്. സെലക്ട് ചെയ്തതിന് ശേഷം ക്ലയന്റ് ആയിട്ട് നിങ്ങൾ ഒരു ധാരണയിൽ എത്തണം. ക്ലയന്റ് അടുത്ത് പോണ ഇന്ന കീവേഡുകളാണ് നമ്മൾ ചെയ്യാൻ പോണേ. അപ്പൊ നിങ്ങൾ ക്ലയന്റ് നമ്മൾ ധാരണയായതിനു ശേഷമായിരിക്കണം അതിന്റെ ഇനീഷ്യൽ റാങ്കിങ് റിപ്പോർട്ട് എടുക്കണ്ടേ. ക്ലിയർ ആയോ? അപ്പൊ ക്ലയന്റിന് മനസ്സിലായി ഞാൻ ഇന്ന കീവേഡാണ് ചെയ്യാൻ പോണേ. ക്ലയന്റിന് മനസ്സിലായി ആ കീവേഡിന്റെ ഇപ്പോഴത്തെ പൊസിഷൻ ഇതാണ്.
ഇനി ആ എസ് യുക്കാരന്റെ ഉത്തരവാദിത്തമാണ് അതിന്റെ പൊസിഷൻ ഇമ്പ്രൂവ് ചെയ്യാൻ പോണം. അത് ഇമ്പ്രൂവ് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം? ആ സ്ഥലം ഫൈനലൈസ് ചെയ്തിരിക്കുന്ന കീവേഡുകൾ നമ്മളെ എല്ലാ പേജിന്റെ ടൈറ്റിലും ഡിസ്ക്രിപ്ഷനിലും മാറ്റി മാറ്റി ഇടാൻ നോക്കണം, ആ പേജിന് സൂട്ടബിൾ ആയിട്ടുള്ള രീതിയിൽ. എന്നിട്ട് നിങ്ങൾ എല്ലാ പേജിലേക്കും ടൈറ്റിലും ഡിസ്ക്രിപ്ഷനും യൂണിക് ആയിട്ട് എഴുതാൻ നോക്കാം. നിങ്ങൾ കണ്ടുപിടിച്ചിരിക്കുന്ന കീവേഡ് ആ പേജുകളുടെ പല പേജിന്റെ ടൈറ്റിലും ഡിസ്ക്രിപ്ഷനിലും വന്നിട്ടുണ്ടോ എന്ന് നോക്കാം. ഇനി ചില പേജിൽ അതുമായി ബന്ധപ്പെട്ട കണ്ടന്റ് എഴുതണമെങ്കിൽ കണ്ടന്റ് എഴുതിക്കുക. ആൻഡ് വൺസ് ടൈറ്റിലും ഡിസ്ക്രിപ്ഷനും റെഡി ആയി കഴിഞ്ഞാൽ നിങ്ങൾ അത് ഡെവലപ്പർക്ക് കൊടുത്തിട്ട് പറയാ, എല്ലാ ഈ പേജിന്റെ പ്രകാരം നിങ്ങൾ ടൈറ്റിലും ഡിസ്ക്രിപ്ഷൻ ഇട്ട് തരാൻ പറയാ. നിങ്ങളത് കോഡിങ് അറിയെങ്കിൽ നിങ്ങൾക്ക് തന്നെ പേജിൽ പോയിട്ട് ടൈറ്റിലും ഡിസ്ക്രിപ്ഷൻ മാറ്റാം. ഗൂഗിൾ ഇൻഡെക്സ് എന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല, അത് വർക്ക് ചെയ്യണം എങ്ങനെയാണ്? ഗൂഗിൾ ഇൻഡെക്സ് ചെയ്യാന്ന് പറഞ്ഞാൽ സൈറ്റ് ഇൻഡെക്സ് സോറി ഇൻഡെക്സിംഗ് എന്ന് പറഞ്ഞാല് അതെങ്ങനെ? ഞാൻ പറയാം. ഇന്ന് നിങ്ങളൊരു വെബ്സൈറ്റ് നിങ്ങളുടെ ലൈവായി സതീഷിന്റെ satish.com ലോഞ്ച് ചെയ്തു. ഇന്ന് ലോഞ്ച് ചെയ്ത് കഴിഞ്ഞുമ്പോൾ നിങ്ങളുടെ സൈറ്റ് ഗൂഗിളിൽ കണ്ടുപിടിച്ചിട്ടില്ലത്. ഇങ്ങനത്തെ ഒരു സൈറ്റ് വന്നിട്ടുണ്ടെന്ന് ഗൂഗിളിന് അറിയില്ല. ഈ ഗൂഗിൾ ഇത് കണ്ടുപിടിക്കും. ഈ കണ്ടുപിടിക്കണേനാണ് പറഞ്ഞ ഇൻഡെക്സ് ചെയ്തു. ഇൻഡെക്സ് ചെയ്താൽ മാത്രമാണ് സെർച്ച് ചെയ്യുമ്പോൾ വരുള്ളൂ. ആ ഇൻഡെക്സ് ചെയ്തില്ലോ എന്ന് അറിയുന്നതാണ് site: നിങ്ങളുടെ .com അടിക്കണ്ടേ. അപ്പൊ താഴെ നിങ്ങളുടെ സൈറ്റ് ലിസ്റ്റ് വന്നിട്ടുണ്ടെങ്കിൽ ആയിരിക്കും ഗൂഗിൾ ഇൻഡെക്സ് ചെയ്തിട്ടുണ്ട്. ഞങ്ങള് സൈറ്റ് പുതിയത് ഓപ്പൺ ചെയ്തിട്ടെ അത് നമ്മൾ ഗൂഗിളിൽ സെർച്ച് ചെയ്യുമ്പോൾ വരില്ലല്ലോ ഇൻഡെക്സിങ്. ഇപ്പോഴാണ് സാർ പറഞ്ഞ ഇൻഡെക്സിങ്ങിനെ കുറിച്ചൊക്കെ അറിയുന്നത്. ഇൻഡെക്സിങ് ഒന്നും ആക്ടിവേറ്റ് അല്ലായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഞങ്ങളുടെ സ്കൗട്ട്സിന്റെ ഒരു സൈറ്റ് ആയിരുന്നു. പറഞ്ഞു കഴിഞ്ഞാല് സൈറ്റ് ലോഞ്ച് ചെയ്തിട്ട് എത്ര ദിവസത്തിനുള്ള ശേഷം വിത്തിൻ അവേഴ്സ് സൈറ്റ് ലോഞ്ച് ചെയ്ത് വിത്തിൻ അവേഴ്സ് ആയിരുന്നു. അപ്പൊ ഗൂഗിളിലൊന്നും സെർച്ച് ചെയ്ത സൈറ്റ് കാണത്തില്ല, വരത്തേയില്ലായിരുന്നു. ഗൂഗിൾ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ എന്താ ചെയ്ത് ഗൂഗിളിൽ സെർച്ച് ചെയ്യുമ്പോൾ സൈറ്റ് വരില്ലല്ലോ. വരില്ല. അത് കഴിഞ്ഞിട്ട് ഞങ്ങളുടെ സ്കൗട്ട്സിലുള്ള കുട്ടികൾക്ക് എല്ലാവർക്കും അയച്ചു കൊടുത്തിട്ട് എല്ലാവരെയും കൂടി ഇൻഡിവിജ്വലി ഓരോ ഇതിൽ നിന്ന് ഓപ്പൺ ചെയ്യിച്ചിരുന്നു അവരവരുടെ മാക്ക്. അപ്പൊ വ്യത്യാസം വരുമല്ലോ, മാക്ക് ഐഡി ഒക്കെ വ്യത്യാസം വന്നല്ല, IP അഡ്രസ് ഒക്കെ. അങ്ങനെ വന്നു കഴിഞ്ഞപ്പോ ശരിക്കും റോങ് ഇൻഫോർമേഷൻ ആണ്. അതുമായിട്ട് ഒരു ബന്ധവുമില്ല. ഇല്ല. സീറോ റിലേഷൻ. നിങ്ങൾ SEO പഠിച്ചു കഴിഞ്ഞിട്ട് അതിനെ പറയുന്നത് നിങ്ങളുടെ സൈറ്റ് 100 പേര് ഒരേ സമയം ഓപ്പൺ ചെയ്യും പറഞ്ഞാൽ നിങ്ങളുടെ സൈറ്റ് ഒരിക്കലും ഇല്ല.